ബോസിന് മുമ്പ് വരുന്ന സമയത്ത് ഇത്രയും ട്രാവൽ ചെയ്യായിരുന്നോ? അതിനുശേഷം ഒത്തിരി ട്രാവൽ ചെയ്യണേ. ഈ ട്രാവലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും, നമുക്ക് ഭയങ്കര റിലീഫ് ഉണ്ടാവും എന്ന് പറയും. ഈ ട്രാവൽ കൊണ്ട് ഇഷ്ടം തുടങ്ങിയത് എപ്പോഴാണ്? പൈസ കിട്ടിയപ്പോ ആദ്യം പൈസ എവിടെ പോയി? ആദ്യം ഞങ്ങള് ദുബായിൽ പോയി. ബിഗ് ബോസിന് ശേഷം ഈ പരിപാടികളൊക്കെ ഇനോഗ്രേഷൻ അങ്ങനെ പോയി. പിന്നെ സൗദിയിൽ പോയി. അപ്പൊ ദുബായിൽ കണ്ടപ്പം വെട്ടി എന്താ സംഭവം എന്നുള്ളത്. പിന്നെ തായ്ലൻഡ് പോയി, ചൈന പോയി, ഹോങ്കോങ്ങിലെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോയതേ ഉള്ളൂ. സിംഗപ്പൂര് ജസ്റ്റ് ഒന്ന് കണ്ട് വീണ്ടും ദുബായിൽ പോയി. ചൈന. ചൈന എന്തുകൊണ്ടാ? ചൈന വേറെ ദുബായ് ഒരു നമ്മളിപ്പോ പോയി ദുബായ് കാണുമ്പോഴത്തേക്കും അവിടുത്തെ ബുർജ് ഖലീഫ സാധനങ്ങൾ മാത്രം നല്ല രീതിയിൽ കാണും. പക്ഷെ ഒരു 10-20-200 ദുബായ് അടുത്തടുത്ത് വെക്കുന്നതാണ് ചൈന. അത്ര അടിപൊളിയാണ് അത്. ആ ദുബായ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് സായിദ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലം മാത്രമേ അവിടെ കുറെ ബിൽഡിങ്ങുകൾ അമ്പരച്ചുംബിയാണ് അങ്ങനെയുള്ള സ്ഥലമുള്ളത്. പക്ഷെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചൈന ആ ഒരു ഷെയ്ഖ് സായിദ് റോഡിന്റെ ആ സൈഡ് സ്ഥലങ്ങളെല്ലാം കൂടെ നിരനിരന്തരനിരാ വെച്ചിടങ്ങിയിരിക്കും. നമുക്ക് കണ്ടാലേ തീരെ. ഞാൻ 30 ദിവസം ഒരു സ്ഥലത്ത് എന്നിട്ട് തീരുന്നില്ല കണ്ടു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. ഇപ്പൊ വളരെ ജെന്യൂൻ ആയിട്ടാ പറഞ്ഞത്, പൈസ കിട്ടിയപ്പോഴാണ് ഈ യാത്ര ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കും എനിക്ക് യാത്ര ഇഷ്ടമല്ല എന്നുള്ളത്. കാരണം യാത്ര ചെയ്യാൻ ഭയങ്കര പ്രശ്നങ്ങളാണ്. കാരണം ഫുഡ് കഴിക്കാൻ പറ്റില്ല, ചിലപ്പോ എന്താ നല്ല രീതിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. പക്ഷെ പൈസ കിട്ടിയപ്പോ എനിക്ക് പോകാൻ പറ്റി. അപ്പൊ ഞാൻ എനിക്കിത് ഇഷ്ടമാണ് എന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. അതിന്റെ ലിമിറ്റ് പിന്നെയാണ് മനസ്സിലാക്കി. പൈസയാണ് ലിമിറ്റ് ചെയ്തെന്ന് പിന്നെ മനസ്സിലാക്കി. പൈസ കിട്ടിയപ്പോ ചെയ്തു കൊള്ളാം പരിപാടി. ഇതൊക്കെ ഈ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും എന്താ കിട്ടണേ? അതായത് നമ്മൾ പുതിയ സ്ഥലങ്ങള്, പുതിയ മനുഷ്യരൊക്കെ കാണുന്ന പോലും. എനിക്ക് തോന്നുന്നു നമ്മൾ ബിഗ് ബോസിൽ കാണുന്ന സമയത്തുള്ള ഒരാളുണ്ടല്ലോ, നമ്മൾ കാണുന്ന സമയത്ത് ഭയങ്കര ഐക്യു ഉപയോഗിക്കുന്നു. അതായത് ബുദ്ധിപരമായിട്ട് ആരെങ്കിലും സംസാരിക്കുന്നു. ഇപ്പോഴും സീരിയസ്ലി വളരെ ബുദ്ധി കുറവാണ്. ഞാൻ ചിലമേത്തല്ലേ ഞാൻ എന്ത് മണ്ടനാ. അന്നൊക്കെ കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ഇപ്പൊ വളരെ കുറവാണ്. ബെറ്റർ ആവത് ഇപ്പൊ കുറഞ്ഞോ? കുറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ഓടുന്ന റീൽസില് അത് അന്നത്തെ കാലല്ലേ, ഇത് മാറി വേറെ ആള്. ഇപ്പൊ മാറിയെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു ലൈഫില് എന്ന് വെച്ചാ ബിഗ് ബോസിന് മുമ്പാണെങ്കിൽ ഞാൻ കുറെ ഇവിടുത്തെ ഇന്ത്യൻ ഡ്രാമകളിൽ പെട്ടിരിക്കണേ. ഇന്ത്യയാണ് ഏറ്റവും ഭയങ്കര സംഭവം. ഇന്ത്യ ഭയങ്കര അടിപൊളിയാണ്. അവിടുത്തെ കുറെ പ്രശ്നങ്ങള്, രാഷ്ട്രീയം, അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം. അപ്പൊ പക്ഷെ അതിന് പുറത്തിറങ്ങിയപ്പോ മനസ്സിലായി ഇതൊന്നും നമ്മളിതിൽ വളരെ ചെറിയ ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളത്. കാരണം പുറത്തൊരു വലിയ ലോകമുണ്ട്. അത് ട്രാവൽ ചെയ്തപ്പോ കണ്ടു. അപ്പം വളരെ ലൈഫ് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് ബിഗ് ബോസ് ലൈഫ് മാറ്റി മറിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് അല്ല എന്റെ ലൈഫ് മാറ്റി മറിച്ചത്, ഞാൻ തന്നെ. അങ്ങനെയൊന്നും അല്ല സുഹൃത്തെ, ഞാൻ തന്നെ ഈ ബിഗ് ബോസിൽ പോവാൻ കാരണം നമ്മളൊക്കെ തന്നെയല്ലേ ചെയ്തതല്ല. ബിഗ് ബോസ് പോയത് എനിക്ക് ആക്ച്വലി ഒരു ഡൗൺഫാൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.